Hi guys, welcome back to my channel Roopesh Tech Zone. അച്ഛന്മാരെ വളരെ എളുപ്പത്തിലും കിടലായിട്ടും വാട്സപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതുപോലെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോവുക. ഇവിടെ ഒരു ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തില്ല. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഇവരുടെ പ്രീമിയം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. അതിനായി നമ്മൾ 20 രൂപ കൊടുക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഗായ്സ്, നിങ്ങൾ ഇതുപോലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സാധാ വേർഷന് തന്നെ നമുക്ക് മതി. ഇനി പ്രീമിയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കായിരിക്കും നല്ലത്. മോഡ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഈ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. നമ്മുടെ മൊബൈൽ ഫോണിലെ ഫോട്ടോസും മീഡിയ ഫയൽസൊക്കെ ഇവർ എടുത്തോട്ടെ എന്നാണ് നമ്മോട് ചോദിക്കുന്നത്. അതിന് നമ്മളിവിടെ അലോ എന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ വരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധാരാളം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. നമുക്കൊരു നല്ല രീതിയിൽ ഈ ഒരു ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് സ്റ്റിക്കറാക്കി മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ സർക്കിൾ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വൃത്താകൃതിയിലാണ് നമ്മുടെ ഫോട്ടോ കട്ടായിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആഡ്സൊക്കെ വരും ഗായ്സ്. അപ്പോൾ നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്ത് കളയുക. നമ്മുടെ പ്രീമിയം വേർഷൻ ആണെങ്കിൽ ആഡ്സ് വരില്ല, അല്ലെങ്കിലാണ് ഈ ഒരു ആഡ്സ് വരുന്നത്. എഡിറ്റ് ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസാണ് ഗായ്സ് ഈ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. ഞാനിപ്പോൾ എറേസർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഗായ്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോ മായുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ബാക്ക് വരികയാണ്. ഇവിടെ ഒരു ഇമോജിൻ്റെ ചിത്രം കാണാനുണ്ട്. നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഗായ്സ്, നിങ്ങൾ കാണാൻ സാധിക്കും ധാരാളം ഇമോജും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഇമോജി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇമോജി നമുക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2021 എന്ന ഈ ഒരു ഇമോജി എടുത്ത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വെറുതെ നമ്മുടെ ചാനലിൻ്റെ പേര് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണെന്ന് തോന്നുന്നു. ഈ താഴെ ഭാഗത്തായിട്ട് ഒരു സർക്കിളിൽ കളറും അതുപോലെ ഒരു എ എന്ന് പറയുന്ന ബട്ടണൊക്കെ ഉണ്ട് ഗൈസ്. ഞാനിപ്പോൾ എ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫോണ്ട് കിട്ടിയത്. കളേഴ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ കളേഴ്സാണ് കിട്ടിയത്. ഞാനിപ്പോൾ ഔട്ട്ലൈൻ എന്ന ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈനൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഡൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിക്കറിലോട്ട് ഈ ഒരു ടെക്സ്റ്റ് വരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഗായ്സ്. നിങ്ങളുടെ എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ ഒരു സേവ് എന്ന ബട്ടണിലും ക്ലിക്ക് ചെയ്യണം. നമ്മുടെ വാട്സപ്പിലോട്ട് ഈ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അതിനുശേഷം ആഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈ സ്റ്റിക്കേഴ്സ് ഹാസ് ബീൻ ആഡ് ടു വാട്സപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്കർ അവിടെ ഉണ്ടെന്ന് നോക്കാം. അതിനായി ഞാനിപ്പോൾ ഈ ഒരു ഇമോജിൻ്റെ പടത്തിലാണ് കുത്തുന്നത്. നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റിക്കർ അവിടെ വന്നിട്ടുണ്ട് ഗായ്സ്. നമുക്കതിനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നല്ല ക്ലിയർ തന്നെയാണ് ഈ ഒരു സ്റ്റിക്കർ ആഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. പിന്നീട് റിമൂവ് ഫ്രം റെസിപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റിക്കർ റിമൂവ് ആയി പോകുന്നതായിരിക്കും. മച്ചമാരെ, ഈ ആപ്ലിക്കേഷൻ്റെ ഒരു കിടിലം ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്മാരുടെ ഫോട്ടോസൊക്കെയാണ് നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന ഓട്ടോ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്രോപ്പായിട്ട് വരുന്നതാണ്. മച്ചന്മാരെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ്, സൈനിങ് ഔട്ട്.